ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ കെണിയൊരുക്കിയായിരുന്നു കൊലപാതകം. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, ഇന്നലെയാണ് പറമ്പിൽ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യം അത് ഷോക്കേറ്റുള്ള മരണം എന്നായിരുന്നു കരുതിയിരുന്നതെങ്കിൽ അതൊരു കൊലപാതകമാണ് എന്ന് തെളിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാളുടെ മൃതദേഹം വാടയ്ക്കൽ ഉള്ള ഒരു പാടശേഖരത്തെ കണ്ടെത്തുന്നത്. വാടയ്ക്കൽ കളർകോട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള പാടശേഖരത്തിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം, ദിനേശിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടന്നു. വൈദ്യുതാഘാതം ഏറ്റതാണ് മരണകാരണം എന്ന് ഉള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് എന്നുള്ളതിൽ പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരു കുടുംബത്തിലെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. വാടയ്ക്കൽ സ്വദേശിയായ കിരൺ, ഒപ്പം തന്നെ കിരണിന്റെ അച്ഛൻ, കുഞ്ഞുമോൻ, ഭാര്യ എന്നിവരാണ്, കിരണിന്റെ അമ്മ എന്നിവരാണ് ഇപ്പോൾ പുന്നപ്ര പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കിരണുമായി ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത്, അതായത് കിരണിന്റെ വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, കിരണിന്റെ അമ്മയുമായി ദിനേശിനുണ്ടായിരുന്ന അടുപ്പമാണ് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക്, അതിന്റെ ഒരു പ്രകോപനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. കിരണിനും കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോനും ഈ കൊലപാതകത്തെ സംബന്ധിച്ച് അതിൽ ഇരുവരും പങ്കാളികളാണ് എന്നുള്ള വിവരവും നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കൊലപ്പെടുത്തിയ ശേഷം, അതായത് വീടിന്റെ പിൻഭാഗത്ത് വയർ ഉപയോഗിച്ച് വൈദ്യുതാഘാതം ഏൽക്കത്തക്ക രീതിയിൽ വയർ ഘടിപ്പിച്ച ശേഷം ആണ് ദിനേശൻ അവിടെ എത്തിയപ്പോൾ ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ഈ കിരൺ ഇലക്ട്രിക് വർക്കുകൾക്കൊക്കെ പോകുന്ന ആളാണ്. അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള ആളുമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ രീതിയിൽ വെള്ളിയാഴ്ച രാത്രി വീടിന്റെ പിൻഭാഗത്ത് ഒരുക്കി വെച്ച കെണിയിലാണ് ഈ ദിനേശൻ എത്തിയത് എന്നുള്ളതാണ്. തുടർന്ന് ഇയാൾക്ക് വൈദ്യുതാഘാതം അവിടെ വെച്ച് ഏൽക്കുകയും അവിടെ വെച്ച് വൈദ്യുതാഘാതം ഏറ്റ് ഇയാൾ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം മൃതദേഹം, ദിനേശിനെ കൊലപ്പെടുത്തിയ വിവരം കിരണും കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോനും ഭാര്യയോട് ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരും ഇക്കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് പിന്നീട്. അതായത് ഈ ദിനേശനും ഒപ്പം തന്നെ കിരണും അയൽവാസികളാണ്. തുടർന്നുണ്ടായ മരണാനന്തര ചടങ്ങുകൾ, മരണത്തിന്റെ സംസ്കാരം എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ കിരൺ വലിയ രീതിയിൽ അതിനകത്ത് പങ്കെടുക്കുകയും ഒപ്പം തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്നു. മരണപ്പെട്ട ആൾ വളരെ പാവമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളുമായി നാട്ടുകാരുമായി പങ്കുവെക്കുകയും ചെയ്തു എന്നാണ് അവരിപ്പോൾ നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ സംശയം തോന്നാത്ത രീതിയിൽ അവിടെ ശരണ്യ, അതിനുശേഷം ഇങ്ങനെ ഒരു കൊലപാതകത്തിന്റെ സാധ്യതകൾ അത് പോലീസാണോ തേടുന്നത്, അതോ ഈ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിൽ സംശയമുണ്ടായിരുന്നു? ഈ മരണപ്പെട്ട മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്ത് ഈ വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ പ്രദേശത്ത് അത്തരം ഒരു സംസാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ മരണം കൊലപാതകമാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പക്ഷേ പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായി ഇത് വൈദ്യുതാഘാതം ഏറ്റാണ് മരണമെന്ന് ഉള്ള വിവരം ലഭ്യമായപ്പോൾ തന്നെ അവിടെ അത്തരത്തിലൊരു വൈദ്യുതാഘാതം ഏൽക്കാനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷെ അവർക്ക് ആ രീതിയിലൊന്നും പുന്നപ്ര പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയ്ക്ക് ശേഷം പിറ്റേ ദിവസമാണ്, ശനിയാഴ്ചയാണ് മൃതദേഹം കാണുന്നത് എല്ലാവരും. ആ ദിവസം മുതൽ തന്നെ പോലീസ് ഇതിന്റെ പിറകെ ഒരു രഹസ്യമായ ഒരു അന്വേഷണത്തിലേക്ക് പുന്നപ്ര പോലീസ് പോയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അവർ ഈ മരണ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ആ ഒരു രഹസ്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ 3 പേരെയും കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ കൊലപാതകം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിട്ടുള്ളത്. തുടർന്നാണ് ഇവര് സ്റ്റേഷനിലേക്ക്, കുറച്ചു സമയം മാത്രമേ ആയുള്ളൂ ഇവര് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഇപ്പോൾ പുന്നപ്ര സ്റ്റേഷനിൽ നിന്നാണ് തെളിവെടുപ്പിനായി വാടക്കയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അമ്മയുടെ ദിനേശനുമായുള്ള ബന്ധത്തിലുള്ള പകയാണ് ഈ കൊലപാതകത്തിലേക്ക് എന്നുള്ളതാണ്. കൊലപാതകത്തിന്റെ ചുരുളഴിച്ചിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആണ് ദിനേശിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകിയത്.